നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വാ നോക്കച്ചാ, എന്റെ റൂം നോക്ക്. വാ അച്ഛാ, ഇതെല്ലാം ദേവി ആന്റി അറേഞ്ച് ചെയ്തതാ. നന്നായിട്ടുണ്ട്. ഇപ്പോഴാ മോളുടെ മുറിക്ക് ഒരു അടുക്കും ചിട്ടയുണ്ടായത്. നോക്ക്, എത്ര ഭംഗിയായിട്ടാ ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നാട്ടിലുള്ള പെണ്ണുങ്ങളെയൊക്കെ പുകഴ്ത്താൻ എന്തൊരു മിടുക്ക. നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഈ മുറിയിലേക്ക് എന്തെങ്കിലും ഒന്ന് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ മോളുടെ മുറിയാണല്ലോ. അവള് പഠിക്കുന്നുണ്ടോ? മുറിയൊക്കെ വൃത്തിയായിട്ടാണോ കിടക്കുന്നത്? ഒരമ്മയല്ലേ ഇതൊക്കെ നോക്കേണ്ടത്. ഈ മുറി കയറുന്നത് തന്നെ നിനക്ക് അലർജി ആയിരുന്നല്ലോ. ഞാൻ ഇവിടെ ശമ്പളം കൊടുത്ത് ജോലിക്കാരെ വെച്ചിരിക്കുന്നത് വെറുതെ അല്ല. മകള് പഠിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് ജോലിക്കാരല്ല, അമ്മയാ. അവൾക്ക് വേണമെങ്കിൽ അവള് പഠിക്കണം. ഞാനൊക്കെ അങ്ങനെയായിരുന്നു. നിനക്കിപ്പോഴും നിന്റെ മോളെ മനസ്സിലായിട്ടില്ല. പക്ഷെ ദേവികയ്ക്ക് അതൊറ്റ ദിവസം കൊണ്ട് മനസ്സിലായി. മനസ്സിലാവും. അങ്ങനെയാണല്ലോ കാര്യങ്ങളുടെ കിടപ്പ്. മറ്റുള്ളവരെ ചെറുതാക്കി കാണാനും അധിക്ഷേപിക്കാനും മാത്രമേ നീ എന്ന് ശ്രമിച്ചിട്ടുള്ളൂ. മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ എന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാ ജീവിക്കുന്നത്. ഒരമ്മയെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ റോൾ മോഡലാണ്. കുട്ടിക്കാലത്ത് എന്തിനും ഏതിനും അവർക്ക് അമ്മ വേണം. കൗമാരത്തിൽ നല്ല ഗൈഡുമാവും. 10-20 വയസ്സാവുമ്പോൾ അവർക്ക് ബെസ്റ്റ് ഫ്രണ്ടാ. പിന്നെ ലൈഫ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ടീച്ചറാവും. ഇതിൽ എന്തെങ്കിലും ഒന്ന് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തൽക്കാലം ഇതൊന്നും എനിക്ക് പഠിക്കാൻ ഉദ്ദേശമില്ല. എനിക്ക് ആരെയും പഠിപ്പിക്കാനും വയ്യ. അമ്മയുടെ റോൾ നീ ചെയ്യാത്തത് കൊണ്ടാ പുറത്തുനിന്ന് ഇവളെ നോക്കാൻ വേറെ ആളിനെ വെക്കേണ്ടി വന്നത്. ടീച്ചറിന്റെ റോളിലാണോ അവളെ വെച്ചത്, അതോ ഭാര്യയുടെ റോളിലോ? നിർത്ത്. നിന്റെ വൃത്തികെട്ട നാവിൽ നിന്ന് ദുഷിച്ച വാക്കുകൾ മാത്രമേ വരൂ. അവരവരർഹിക്കുന്നത് മാത്രമേ ഞാൻ സാധാരണ എല്ലാവർക്കും കൊടുക്കാറുള്ളൂ. നിങ്ങൾക്ക് ഇതിനുള്ള യോഗ്യതയേ ഉള്ളൂ. എന്റെ യോഗ്യതയുടെ അളവുകോൽ നിന്റെ കയ്യിലാണോ? ഈ യോഗ്യത എന്ന് പറഞ്ഞാൽ എന്താ? അതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാമോ? ഇതൊന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. മോളെ നോക്കാൻ വന്നവൾക്ക് വല്ലാത്ത യോഗ്യതയുണ്ടല്ലോ. ദേവിക്ക് അതിനുള്ള എല്ലാ യോഗ്യതയുണ്ട്. നിനക്കില്ലാത്ത പല ഗുണങ്ങളുമുണ്ട്. എന്റെ മോളുടെ അസുഖം അവളുടെ സാന്നിധ്യം കൊണ്ട് തന്നെ മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മോളുടെ അസുഖം മാത്രമല്ല, അച്ഛന്റെ സൂക്കേട് മാറിക്കോളും. പക്ഷെ അധികം നാള് ഞാൻ അവൾ ഇവിടെ വാഴിക്കില്ല. നോക്കിക്കോ. ഈ അമ്മ എന്താ ഇങ്ങനെ എപ്പോഴും അച്ഛനോട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? അതെ, അമ്മയുടെ തലയുടെ 2-3 നെട്ട് എവിടെയോ ഊരിപ്പോയി. അതാ പ്രശ്നം. മോളുവാ, നമുക്ക് മുത്തച്ഛൻ്റെ അടുത്തേക്ക് പോവാം. മുറി വൃത്തിയാക്കിയ പോലും സെർവന്റ് വീട്ടിൽ വന്ന മുറി വൃത്തിയാക്കും. ചിലപ്പോ ടോയ്ലറ്റും വാഷ് ചെയ്യും. ഛേ, അതൊക്കെ വലിയ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്ക. എന്റെ മോളെ, ഇന്നിവിടെ എന്തൊക്കെയായിരുന്നു? കൊച്ചിനെ പഠിപ്പിക്കുന്നു, മുറി വൃത്തിയാക്കുന്നു, കൊച്ചിന് ആഹാരം കൊടുക്കുന്നു. അതും പോരാഞ്ഞ അടുക്കളയിൽ ചെന്ന് ഭരണവും തുടങ്ങി. നിന്റെ ഭർത്താവ് അവൾക്ക് ഏതാണ്ട് അധികാരം കൊടുത്ത പോലെയാ അവളുടെ പെരുമാറ്റം. എനിക്കറിയാം അയാളുടെ മനസ്സിലിരിപ്പ് എന്താന്ന്. ഒന്നോർത്താ നിനക്കിത് നല്ലതാ. കൊച്ചിനെ നോക്കുന്ന ബാധ്യത ഒഴിഞ്ഞു കിട്ടിയില്ലോ. അല്ല, അങ്ങനെ പറയാനും പറ്റില്ല. കൊച്ചിനെ നോക്കുന്നത് അവനല്ലേ. അങ്ങനെ നോക്കുമ്പോ ആശ്വാസായത് നിന്റെ ഭർത്താവിനാ. അവളെ അധിക ദിവസം ഞാനിവിടെ വാഴിക്കില്ല. തൽക്കാലം ഇതിനെപ്പറ്റി മോള് വലിയ വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകണ്ട. നിന്റെ ഡാഡിക്കും അവളെ വലിയ ഇഷ്ട. കാര്യമില്ലാതെ ഇതിലിടപെട്ട അത് ചിലപ്പോ വലിയ പ്രശ്നമാവും. പിന്നെ ഞാൻ എന്ത് വേണം? അവൾ ഇവിടെ അഴിഞ്ഞാടാൻ വിടണോ? അതൊന്നും വേണ്ട. കുറച്ച് കാത്തിരുന്നാ മതി.
അവളെ ഇവിടുന്ന് ഇറക്കി വിടാനുള്ള സമയം വരും. വന്ന് കയറിയതല്ലേ ഉള്ളൂ. അതുമാത്രമല്ല, നിന്റെ മോക്ക് എന്തോ അസുഖമുണ്ടെന്നല്ലേ പറഞ്ഞത്. അതൊക്കെ മാറുന്നവരെ അവൾ ഇവിടെ നിൽക്കട്ടെ. അസുഖം ഉണ്ടെങ്കിൽ ഡോക്ടർമാര് നോക്കിക്കോളും. കണ്ട അലവലാദികൾ എന്റെ വീട്ടിനകത്ത് കയറി ഞാൻ സഹിക്കില്ല. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. അവളുടെ കാര്യത്തിൽ എന്താ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. പക്ഷേ ആ വിൽപത്രത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? ലോക്കറിന്റെ താക്കോലും പോക്കറ്റിലിട്ടോണ്ട് നടക്കല്ലേ നിന്റെ ഡാഡി. പിന്നെ എന്ത് ചെയ്യാനാ? അപ്പച്ചി, എങ്ങനെയെങ്കിലും എനിക്ക് ആ വിൽപത്രം കണ്ടേ പറ്റൂ. അതിൽ എന്താ എഴുതിയിരിക്കുന്നെന്നറിയാതെ എനിക്ക് സമാധാനം കിട്ടില്ല. ഹലോ, ആ എന്തായി? ഡിസൈൻ കിട്ടിയോ? ഓക്കെ, വൈകുന്നേരം പബ്ബിലേക്ക് വാ, നമുക്ക് അവിടെ വെച്ച് കാണാം. ആരാ മോളെ വിളിച്ചത്? വക്കീലാണോ? അല്ല, എന്റെ ഫാഷൻ ഡിസൈനറാ. ഓ, അപ്പച്ചി ഒന്നുകൂടി ആലോചിക്കേ. ആ വിൽപത്രം നമുക്ക് എങ്ങനെയും കണ്ടേ പറ്റൂ. ഒന്നുകിൽ നിന്റെ ഡാഡി നിന്നെ അത് വായിച്ചു കേൾപ്പിക്കണം, അല്ലെങ്കിൽ നിന്റെ ഡാഡി അങ്ങ് പരലോകത്തേക്ക് പോണം. അല്ലാതെ നിന്റെ ആഗ്രഹം നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അല്ല, എന്റെ കണ്ണാടി ശരിയാക്കിയോ? ശരിയാക്കി. ദാ. അല്ല, നീ ഒന്ന് നിന്നേ. ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല. പരിപാടിയോ? എന്ത് പരിപാടി? കൊച്ചിനെ നോക്കാൻ പോയാലും തള്ളയെ നോക്കാൻ പോയാലും സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലെത്തണം. അതെനിക്ക് നിർബന്ധമാണ്. മുത്തശ്ശി കാര്യം അറിയാതെ എന്നോട് ഈ ദേഷ്യപ്പെടുന്നു. ശ്രുതിമോളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടുന്നാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്. അതിനിടയിൽ വരുന്ന വഴിക്ക് മുത്തശ്ശിയുടെ കണ്ണട ശരിയാക്കാൻ കൊടുത്തത് വാങ്ങിച്ചു. അതിനാണ് മുത്തശ്ശി കുറ്റം പറയുന്നത്? പെണ്ണുങ്ങളെ പകല് പുറത്തു പോയാ സന്ധ്യയ്ക്ക് മുമ്പ് തിരിച്ചെത്തണം. അതാ വേണ്ടത്. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടാ തിരിച്ചു വരുന്നെന്ന് പറഞ്ഞില്ലേ മുത്തശ്ശി? അവിടെ മനോഹരനില്ലേ? പിന്നെ നീ എന്തിനാണ് രാത്രി രാത്രി അങ്ങോട്ട് പോകുന്നത്? ആശുപത്രിയിൽ കിടക്കുന്നത് എന്റെ ഭർത്താവായതുകൊണ്ട്. മുത്തശ്ശിയുടെ ഭർത്താവാണ് ഈ സ്ഥാനത്തെങ്കിൽ മുത്തശ്ശി ഇവിടെ ഇങ്ങനെ ഇതുപോലെ ഇരിക്കുവായിരുന്നോ? അല്ല, നീ എന്താ എന്നെ ചോദ്യം ചെയ്യുവാണോ? എനിക്കറിയാം, അതിനിപ്പോ ചോദ്യം ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ ഈ മുത്തശ്ശിയുടെ കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോ എനിക്ക് സങ്കടമുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല. പറയാനുള്ളത് പറഞ്ഞെന്നേ ഉള്ളൂ. ദേ, നീ അങ്ങോട്ട് ചെന്നാലും ഇല്ലെങ്കിൽ അവന്റെ വിധി എന്തോ അതേപോലെ നടക്കും. മതി, ഒന്ന് നിർത്ത് മുത്തശ്ശി. ഞാൻ ഈ വീട്ടിൽ കയറി വന്ന മരുമകളാ എന്ന് കരുതി പറയേണ്ട വാക്കുകളെ എന്നോട് പറയാൻ പാടുള്ളൂ. മുത്തശ്ശി ഇപ്പൊ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? എന്റെ സുധിയേട്ടനെ വിധിക്ക് വിട്ടുകൊടുക്കണമെന്നോ? പറ മുത്തശ്ശി. അതിനർത്ഥം സുധിയേട്ടൻ മരിച്ചു പോട്ടെന്നാ?